അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖം കടന്നു വന്നവരാണ്. പക്ഷേ ഇന്ന് നമ്മൾ അവരുടെ മുഖത്ത് കണ്ടതൊരു ആനന്ദാശ്രമാണ്. അത്രയും ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് വലിയ ഭാഗ്യം. ഹൃദയം കൊണ്ട് നിർമ്മിച്ച ഒരു പദ്ധതിയാണിത് കൊണ്ടുവരുന്നത്. സമൂഹം മുഴുവനും ഞങ്ങളോടൊപ്പം നിന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ വിജയത്തിന് നിദാനമായിട്ടുള്ളതാണ്. ജാതിയും മതവും കക്ഷിയും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ എല്ലാ നാനാതുറകളിലുംപ്പെട്ട ആളുകൾ ഞങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകും. ഈ വീട് താമസം കഴിഞ്ഞ് അവർ സൗകര്യത്തിൽ എല്ലാവരെയും വിളിച്ചതാണ്. അതനുസരിച്ച് വയനാട്ടിൽ നിന്നുള്ള നേതാക്കളുണ്ട്, അവർക്ക് വേണ്ടപ്പെട്ടവരുണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളുണ്ട്. അതുകൊണ്ട് ഇത് സാധാരണ രാഷ്ട്രീയ ചടങ്ങ് പോലെ പ്രസംഗിച്ച് നിർത്താൻ അവരുടെ ചടങ്ങാണ്. അപ്പോൾ അതിന് ഞങ്ങളെ ക്ഷണിച്ചനുസരിച്ച് ഞങ്ങൾ വന്നതാണ്. അവരുടെ താമസവും അതുപോലെ തന്നെ അവരുടെ കർമ്മപ്രകാരം വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഹൗസ് വാമിങ് രാവിലെ കഴിഞ്ഞു. ഇനി എല്ലാവർക്കും വേണ്ടി തങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുക എന്ന ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ ഇതിനകം അതിൻ്റെ ഉദ്ഘാടന വേളയിലും മറ്റു സന്ദർഭങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. നമ്മളവരുടെ സന്തോഷം കണ്ടു. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖം കടന്നു വന്നവരാണ്. പക്ഷേ ഇന്ന് നമ്മൾ അവരുടെ മുഖത്ത് കണ്ടതൊരു ആനന്ദാശ്രമാണ്. അത്രയും ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് വലിയ ഭാഗ്യം. ഞാൻ കൂടുതൽ പറയുന്നില്ല. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സാഹിബിന് അദ്ദേഹത്തിൻ്റെ സംസാരം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ അത്രയ്ക്കേറെ ഹൃദയം കൊണ്ട് നിർമ്മിച്ച ഒരു പദ്ധതിയാണിത് കൊണ്ടുവരുന്നത്. കാരണം നമ്മളെല്ലാവരും ദുരന്തം നടന്ന അന്ന് തന്നെ ദുരന്തഭൂമിയിൽ എത്തിയവരാണ്. അവിടുത്തെ എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളുമൊക്കെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളവരാണ്. അവിടെ നിന്ന് മൃതദേഹങ്ങൾ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത്, പരിക്കേറ്റവരെ പ്രയാസത്തോടെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളവരാണ്. സർവ്വതും നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് പേര് അന്ന് അവിടെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ 2 ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ ഇങ്ങനെ തീരുമാനമെടുത്തത്. സർവവും നഷ്ടപ്പെട്ടില്ല, എല്ലാം നഷ്ടപ്പെട്ടില്ല. അവർക്ക് അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി വീടുകൾ നിർമ്മിച്ചു കൊടുക്കണം എന്ന് മുസ്ലിം ലീഗ് തീരുമാനിക്കുകയുണ്ട്. അത് സർവശക്തൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്കത് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിരിക്കുകയാണ്. സമൂഹം മുഴുവനും ഞങ്ങളോടൊപ്പം നിന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ വിജയത്തിന് നിദാനമായിട്ടുള്ളതാണ്. ജാതിയും മതവും കക്ഷിയും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ എല്ലാ നാനാതുറകളിലുംപ്പെട്ട ആളുകൾ ഞങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകും. ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഉപരിയായ രീതിയിലുള്ള സഹായങ്ങൾ നമുക്ക് ലഭിച്ചു. അപ്പോൾ അത് പിന്നീട് അതിന് യുക്തമായ സ്ഥലം കണ്ടെത്തി ഇന്ന് കാണുന്ന രീതിയിൽ ഇതിൻ്റെ ആദ്യഘട്ടം ഇവിടെ പോയി ഞങ്ങൾക്ക് പൂർത്തീകരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മൾ നിർവഹിച്ചു. ഇപ്പോൾ അതിൽ താമസക്കാരായി വന്നിട്ടുള്ള ഇതിൻ്റെ അവകാശികൾ അവരിന്ന് പാലുകാച്ചലും അതുപോലെ തന്നെ അവരുടെ ഗൃഹപ്രവേശനവും ഒക്കെ ആയി ഇന്നാണ് അവർക്ക് ഇതിലേക്ക് കയറിക്കൂടുവാൻ സാധിച്ചിട്ടുള്ളത്. ഈ സുന്ദര നിമിഷത്തിൽ അതിന് സാക്ഷിയാകാൻ ഞങ്ങളെയും അവർ ക്ഷണിച്ചു. അവരുടെ സൽക്കാരത്തിൽ പങ്കെടുക്കണം എന്ന് ഞങ്ങളൊക്കെ നേരിട്ട് തന്നെ അവർ ക്ഷണിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. ഏതായാലും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. ഇതിനിടയ്ക്കും അവർ പങ്കുവെക്കുന്ന വേദനകളുണ്ട്, ഞങ്ങളും അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ജാഡ് സാഹിബിനെ പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത് ഒരുപാട് അവരുടെ സ്വന്തം അവരുടെ എല്ലാമായിരുന്ന പലരും ഇന്ന് നമ്മളോട് ഒപ്പമില്ല. അപ്പോൾ ആ ഒരു നഷ്ടബോധം അവരെ സംബന്ധിച്ചിടത്തോളം ഏതായാലും നമുക്ക് ഇനി ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ആ ദുരന്തത്തിൽ ഇഹലോകവാസം വെടിഞ്ഞ ആ സഹോദരന്മാരും
അവർക്കെല്ലാം മോക്ഷം, പരലോക മോക്ഷം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നതുപോലെ തന്നെ അന്ന് പരിക്ക് പറ്റിയ ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം ഇത്രയും പെട്ടെന്ന് അവരുടെ ആ പരിക്കുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് സാധാരണ ജീവിതത്തിലേക്ക് പരിപൂർണമായിട്ടുള്ള ആരോഗ്യത്തോടെ തിരിച്ചു വരുവാനും സർവശക്തൻ അവരെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധത്തിലുള്ള ആശംസകളും ഇന്നിവിടെ കൂടിയവർക്ക് നേരുകയാണ്. നേരത്തെ മീഡിയക്കാർ ഒരു കാര്യം ചോദിച്ചിരുന്നു, അടുത്ത ഘട്ടങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് 55 വീടുകൾ കൂടി പൂർത്തീകരിക്കാൻ. അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ളവർക്ക് 25 വീടുകൾ ഇൻഷാ അല്ലാഹ് പിന്നെ ജൂൺ 15-ാം തീയതിക്ക് അകം അത് പൂർത്തീകരിക്കും. ബാക്കി വരുന്ന വീടുകൾ അത് സെപ്റ്റംബർ 30-നോടകം അതും പൂർത്തീകരിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. അതൊക്കെ പൂർത്തീകരിക്കാൻ സർവശക്തനെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനാർത്ഥങ്ങളവരുടെ പ്രിയപ്പെട്ട കുഞ്ഞാൻ സാഹിബ്, സലാമാക്ക അടക്കമുള്ള നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, കൂടുതലൊന്നും പറയുന്നില്ല. ഈ ദൗത്യം പാർട്ടി ഏറ്റെടുത്ത് അതിൻ്റെ ഒരു ഉപസമിതി ഉണ്ടാക്കി അതിൽ എന്നെ കൺവീനറാക്കിയിട്ടും പ്രിയപ്പെട്ട ഫിറോസും പ്രിയപ്പെട്ട സമീറും പ്രിയപ്പെട്ട മുഹമ്മദ് സാഹിബും പ്രിയപ്പെട്ട മുഹമ്മദ് സാഹിബും പ്രിയപ്പെട്ട കെ ഇസ്മായിലും ഒക്കെയുള്ള ഒരു സബ് കമ്മിറ്റി ഞങ്ങൾ ഉണ്ടാക്കി. ആ സബ് കമ്മിറ്റി വളരെ ഭംഗിയായി ഒക്കെ പ്രവർത്തിച്ചു. ഇതിൽ ഏറ്റവും ഒന്ന് പറയേണ്ടത് 40 കൊല്ലമായിട്ട് കോൺട്രാക്ട് രംഗത്തുള്ള നിർമ്മാൺ കൺസ്ട്രക്ഷൻ മുഹമ്മദ് സാഹിബ്, അദ്ദേഹമാണ് ഈ വീട് ഇത്രയും നല്ല മനോഹരമാക്കിയത്. അദ്ദേഹമാണ് മുഹമ്മദ് സാഹിബ്. ആണ് മുഹമ്മദ് സാഹിബാണ് നമുക്ക് ഇത് അഭിമാനകരമായിട്ടുള്ള ഒരിത്. പിന്നെ ഇത് ഈ രൂപത്തിൽ ലേഔട്ട് കാര്യങ്ങൾ, ഇത് സൈറ്റ് ലെവലിങ് ഇതൊക്കെ ചെയ്ത് ഇവിടെ കിണർ, ടാങ്ക് കാര്യം, ഈ കിണറും ടാങ്കും ഒക്കെ മലബാർ ടെക് അതിൻ്റെ MD അതാണ് അക്ബർ, മകൻ റഫീഖ്, ഇവരാണ് അത് ചെയ്തത്. ഈ ലേഔട്ട് കാര്യങ്ങൾ ഇതിങ്ങനെ മനോഹരമാക്കിയത്, ഇന്റർലോക്ക് കാര്യങ്ങളൊക്കെ അവരാണ്. ഇവർ രണ്ടും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു മനസ്സോടുകൂടി ഒരു ശരീരത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടാണ് നമുക്കത് വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിച്ചത്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ പെര കണ്ടാൽ ചെറുതാണ്, ഉള്ളിക്കട് കയറിയാൽ അതിൻ്റെ വലുപ്പം അതറിയാം. അപ്പോൾ ഏറ്റവും നല്ല ഇതിൽ ടോണി ഇവിടെ ആർക്കിടെക്ട് ഒരു പൈസ മണിക്കുന്ന പ്രതിഫലം വാങ്ങിയിട്ടില്ല, ഒരു മുട്ടുസൂചിയുടെ പൈസയും കൂടി വാങ്ങിയിട്ടില്ല. എല്ലാം അദ്ദേഹമാണ് ചെയ്തത്. അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹവും ദൈവം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇവിടെ പറഞ്ഞല്ലോ ക്വാളിറ്റി, അതിലൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. ഇതിന് കുഞ്ഞാഴ്ചാവിന് സംഘം ഉണ്ടാവും. കാരണം എന്താ പറയുക, ഇത് തുടങ്ങുമ്പോൾ തങ്ങൾ ഇത് ഏൽപ്പിച്ചപ്പോൾ കുഞ്ഞാഴ്ച സാഹിബ് നമ്മൾ സ്റ്റേറ്റ് സെക്രട്ടറി സലാമാക്കി. കുഞ്ഞാഴ്ച സാഹിബാണ് നമ്മൾ ഫണ്ട് റൈസിങ്ങിൻ്റെ പാർട്ടിയിൽ എല്ലാവർക്കും പാർട്ടിയിൽ ഫണ്ട് റൈസിങ് ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതിന് 15-16 കോടി രൂപയാണ്. നമ്മളിനി ക്രൗഡ് ഫണ്ടിങ്ങിന് കോണ്ടാക്ട് തങ്ങൾ കുഞ്ഞാഴ്ച സാഹിബ് വെച്ചു. കുഞ്ഞാഴ്ച സാഹിബാണ് പക്ഷേ നമുക്ക് അത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് പൂർത്തീകരിക്കാം. ആ ദൗത്യം 15 കോടി ഉണ്ടാക്കുന്ന ദൗത്യം കുഞ്ഞാഴ്ച സാഹിബാണ് ഏറ്റെടുത്തത്. അപ്പോൾ അതൊക്കെ എന്താണ് ഒരു ആത്മവിശ്വാസം ഒരാളുണ്ട്. തങ്ങൾ പറഞ്ഞ് കുഞ്ഞാഴ്ച സാഹിബ് കേൾക്കണം. അത് കുഞ്ഞാഴ്ച സാഹിബ് പറയുമ്പോൾ തങ്ങളും പറയുന്നത് കേട്ടിട്ട് സലാമാക്കി ഞങ്ങളും ഒക്കെ ടീമായിട്ട് ഇത് നടന്നു. ഇതിലൊരു സന്തോഷകരമായ ഒരു കാര്യമുണ്ട്, ദുഃഖമുണ്ട്, അതിനൊരു സന്തോഷം. എൻ്റെ സബ് കമ്മിറ്റി 2 ആൾ നിയുക്ത MLA-മാരാകാൻ പോകുക. ഒന്ന് ഫിറോസ് കൊടുവള്ളിയിൽ ഉറപ്പാണ്, അത് 4ാമത്തെ MLA. ഒന്ന് ഷമീർ സാഹിബ്, ഒന്ന് ഈശ്വരൻ കണ്ടോട്ടെ. ഇപ്പം 2 ആളും ഒക്കെ MLA. അതൊക്കെ നിങ്ങളൊക്കെ പ്രാർത്ഥനയോട് വലിയ അനുഗ്രഹം കിട്ടി, അല്ല അതും ഉറപ്പാണ്. എന്നാലും പറയാം. പിന്നെ സലാമാക്ക് ഇതിലെപ്പോഴും വരും. സലാമാക്ക് നമ്മൾ ഇവിടെ വന്നു, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നു. ഞങ്ങൾ ഈ പരിപാടി നമുക്കത് പബ്ലിസിറ്റി അല്ല, നിങ്ങളെ പ്രയാസം വിഷമം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനം. പ്രയാസങ്ങൾക്ക് ദുരിതങ്ങൾക്ക് പാവപ്പെട്ടതിൻ്റെ കണ്ണീരൊപ്പം അതിനു വേണ്ടിയാണ് ഞങ്ങളൊക്കെ ഇതിന് ആത്മാർത്ഥമായിട്ട് എല്ലാവരും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചു. നാട്ടുകാരും നിങ്ങൾക്ക് ഒക്കെ സഹായിച്ചു. പിന്നെ നേതാക്കൾ പിന്നെ സിദ്ദീഖ് നിങ്ങളെ MLA ആണ്. സിദ്ദീഖ് ഇതിൽ ഒരുപാട് പ്രയാസപ്പെട്ട് ഒരുപാട് വിമർശനമൊക്കെ നേരിട്ട് അവസാനം അങ്ങേപ്പുറത്തെ പരിപാടി കൊണ്ടുപോയപ്പോൾ ഒരു കൂട്ടർ കൂക്കി, ഇവിടെ മനുഷ്യന്മാർ കൈകൊടിച്ച് ചെയ്തു. അതാണ് 2 വ്യത്യാസം. പിന്നെ ജയന്തി ഉണ്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, DCC പ്രസിഡന്റ് ഉണ്ട്, നമ്മളെ ദുബായ് KMCC-ന്റെ നമ്മുടെ നാഷണൽ പ്രസിഡന്റ് അൻവർ ഉണ്ട്. ഇവരൊക്കെ സഹായിച്ചാൽ KMCC നമ്മളെ അങ്ങനെ സഹായിച്ചാൽ അൻവർ സാഹിബ് ഒന്ന് പതിങ്ങൾ. പിന്നെ ജയന്തി ഉണ്ട്, നമ്മൾ കൂത്തുറപ്പ് സീറ്റ് കൊടുത്തിട്ടുണ്ട്. പഠിച്ചു അനുഗ്രഹിച്ചാൽ ജയിച്ചു വരും. ജയിക്കും അതിന് പറഞ്ഞു അല്ല, എന്നാലും ഉണ്ടല്ലോ 25,000 വോട്ടിന് നമ്മൾ തോറ്റ സീറ്റ് കൊണ്ടിരുന്നു. കുഞ്ഞാഴ്ച മത്സരിച്ച കുഞ്ഞാഴ്ച നിരന്തരങ്ങള് നമുക്ക് നാട്ടിൽ എല്ലാവർക്കും അറിയാം. കേരള രാഷ്ട്രീയത്തിൽ എന്തൊക്കെ മുടി ചൂടാവനാണ് ഏറ്റവും തന്ത്രം കൊണ്ടും കാര്യം കൊണ്ടും ഒക്കെ UDF കൊണ്ടെടുക്കേണ്ടി വരുന്നത്.
ഞാൻ അത്യാവശ്യം രാഷ്ട്രീയം പറഞ്ഞാൽ നമ്മൾ ലീഗാണോ അത് പറയാക്കാൻ പറ്റില്ല. മൂപ്പര് തന്നെയാണ് അതിനേക്കാൾ വലുത് നിറച്ച കൊടുക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ സാഹിബ് ഒരു 50,000 60,000 വോട്ട് ജയിക്കും, സിദ്ദീഖ് ജയിക്കും 10,000 വോട്ട്, ഇതൊക്കെ ഉഷാറാവും. ഞാൻ 4,000 വേണ്ടി പ്രാർത്ഥിച്ചോളൂ. നമ്മൾ ഉണ്ടായ ബാക്കിയുള്ളടത്തും നന്നായി നടക്കുള്ളൂ. അപ്പുറത്തും ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പം എല്ലാവരോടും വലിയ സന്തോഷമുണ്ട്, ഒക്കെ ഉണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നടത്തുക, ഇതൊക്കെ നല്ല ബാക്കിയുള്ള പറയും. ആ പറഞ്ഞല്ലോ മാനന്തവാടി സ്ഥാനാർത്ഥി ഒന്നൊക്കെ ഒന്ന് ഇടക്ക് വിളിച്ചണേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും. അപ്പോൾ തങ്ങൾ പറഞ്ഞില്ലേ ഒരു ജൂൺ 15 25 വീട്, രണ്ടാമത്തത് സെപ്റ്റംബർ 30 വരും. ഒന്നെന്താ പറയുക ഇപ്പം ഇങ്ങനെ തന്നെ പറയാം, ജൂൺ ജൂലൈ ആഗസ്റ്റ്. ഞാൻ എന്താ ചോദിച്ചാൽ നിൽക്കണം, ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മഴ. പിന്നെ ഒന്നാമിപ്പം നമുക്ക് പറ്റി വെച്ചാൽ 1.5 മാസം ആസാമിൽ ഇലക്ഷൻ വന്നു, ആസാമാർ പണിക്കാരൊക്കെ പോയി. രണ്ടാമത്തെ ബംഗാളിൽ ഇലക്ഷൻ വന്നു, ഓരൊക്കെ പോയി. ഓരൊക്കെ ഞാൻ മെയ് 8 10 വരുള്ളൂ. അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഇറാൻ യുദ്ധം ഉണ്ടായി, പശ്ചിമേഷ്യൻ സാധനങ്ങൾ വരുന്നുണ്ട്, ഫർണസ് ഓയിലിൻ്റെ വില കൂടി, ഡോറ് കിട്ടണില്ല. അവസാനം നമുക്ക് ബാക്കിയുള്ള ഡോറ് മുഹമ്മദ് സാഹിബ് അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തുകൊണ്ടും പരിചയ സമ്പത്തുകൊണ്ടും സംഘടിപ്പിച്ചിട്ടാണ് ഇന്നിവിടെ എത്തിയത്. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ കമലാനോട് പറഞ്ഞാൽ മതി, ഇവരോട് പറയാൻ നിൽക്കണ്ട എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാണ്. സലാം സാഹിബിനോട് സംസാരിക്കും.